ഹലോ, ഇന്ന് നമുക്കൊരു കുഞ്ഞിൻ്റെ നെയിമിംഗ് സെറിമണിക്കുള്ള ബോർഡ് നമുക്ക് റെഡിയാക്കിയാലോ? അതെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നെയിം റിവീലിംഗ് ബോർഡാണ് കേട്ടോ. ഇതിപ്പം ഞാനൊരു 3-4 വട്ടം ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഒരു 1.5 അടിയിൽ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. അപ്പം എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ നമ്മൾ വിനയിലാണ് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ പ്രിൻ്റ് ഒട്ടിക്കാൻ നല്ല പാടാണ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നല്ല പാടാണ് ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിങ്ങനെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ വിടിയിച്ചിട്ടാണ് നമ്മളിത് ഒട്ടിച്ച് എടുക്കുന്നത്. ഫോം ബോർഡിലാണ് കേട്ടോ നമ്മളിത് ഒട്ടിച്ച് എടുക്കുന്നത്. ഇത് എങ്ങനെ ഒട്ടിച്ചാലും ഇതിന് എയർ ഹോൾ വരും, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഞാനിങ്ങനെ ചെറുതായിട്ട് അനിയത്തി ഇങ്ങനെ വിടിയിച്ചിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ഞാൻ തുണി വെച്ചിട്ടാണ് ഇതിങ്ങനെ വിട്ട് ഇതിങ്ങനെ തേച്ച് എടുക്കുന്നത് കേട്ടോ. ഇതിന് വേറൊരു വഴിയും കൂടെ യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വട്ടം ഞാൻ ഇതിലിട്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സോപ്പ് വെള്ളം ഫോം ബോർഡ് തേച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് മറ്റേ സോപ്പിൻ്റെ വെള്ളം ഒഴിച്ച് അങ്ങനെ ഒട്ടിക്കുന്ന ഒരു സംഭവം. പക്ഷേ എനിക്ക് അറിയത്തില്ല ഇതിങ്ങനെ ഇളകി പോകുമോ, കളർ എന്തെങ്കിലും ചേഞ്ച് ആകുമോ ഒന്നും അറിയാൻ വയ്യ. അതുകൊണ്ട് റിസ്ക് ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിഞ്ഞ വട്ടവും അത് ട്രൈ ചെയ്തില്ല, ഈ വട്ടവും ഞാനത് ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് സൈഡിൽ വെക്കാനുള്ള ബോർഡെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒട്ടിച്ച ബോർഡൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആ ഒരു കറക്റ്റ് റൗണ്ടിലല്ല ഞാനിത് കട്ട് ചെയ്യുന്നത്. ആ കറക്റ്റ് റൗണ്ടിൽ നിന്നും ഒരു ശകലം നീങ്ങി ആണ് റൗണ്ടിൽ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം നമുക്കിത് ഒട്ടിക്കുമ്പം ഇതിനുള്ളിൽ കറക്റ്റ് റൗണ്ടിൽ നമുക്കിത് നിൽക്കണം, ആ ഒരു സൈസിൽ 1.5 അടിയിൽ. അപ്പോൾ അത് ഞാൻ ശകലം വിട്ടിട്ടാണ് ഈ ഒരു റൗണ്ടിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. കാണുമ്പോൾ നല്ല എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും ഇതത്ര എളുപ്പമായിട്ടുള്ളൊരു പരിപാടിയല്ല കേട്ടോ. ഈ ഒരു ഒട്ടിക്കലും കട്ട് ചെയ്യലും ഒക്കെ നല്ല സമയം എടുത്തിട്ടാണ് ഞാൻ ഈ കട്ട് ചെയ്തെടുക്കുന്നതൊക്കെ. കാരണം എന്തെങ്കിലും പാളിപ്പോയാൽ ഇത് ഫുള്ള് ഡാമേജ് ആയി പോകും. അതുകൊണ്ട് ഞാൻ പതിയെയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പം കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വെറൈറ്റി എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ ഈ ബോർഡിന് ഉള്ളിൽ നമ്മുടെ തെർമോക്കോൾ ബോൾസാണ് സാധാരണ ഇടാറ്. അപ്പം ഇപ്രാവശ്യം അതിന് പകരം ചോക്ലേറ്റ്സാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഈ ഒരു ലൈറ്റും വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈ ലൈറ്റിന് സത്യം പറയട്ടെ നല്ല റേറ്റാണ് കേട്ടോ. അത് മാത്രമല്ല അഡാപ്റ്ററിന് നല്ല റേറ്റാണ്. ഓക്കെ, അപ്പം നമ്മുടെ കസ്റ്റമർ പറയുകയാണെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. ഇതിപ്പം കസ്റ്റമർ പ്രത്യേകം പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ലൈറ്റ് ഞാൻ ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്ലൂ എടുത്ത് സൈഡിൽ ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് ഒട്ടിച്ചിങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇത് വന്നിട്ട് ഫ്ലെക്സിൻ്റെ ഗ്ലൂ ആട്ടോ. അതുകൊണ്ട് കയ്യിലെങ്ങാനും വീണാൽ കൈ ഒട്ടി അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് അവർ ഗ്ലൂ തന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിക്കണം, കയ്യിലെങ്ങും വീഴല്, ശ്രദ്ധിച്ച് വേണം ചെയ്യാനെന്ന് വേണ്ടിയിട്ട്. ആദ്യമൊക്കെ ചെയ്ത സമയത്ത് എനിക്കിത് കയ്യിലൊക്കെ ആവുമായിരുന്നു. ഞാൻ പിന്നെ എങ്ങനെയൊക്കെയാണ് അത് തള്ളിപ്പറിച്ച് കളയുന്നത്. ഓക്കെ, അപ്പം രണ്ടാമത്തെ ബോർഡും ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഹോളിൽ വീഴാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ്സ് വീഴാൻ വേണ്ടിയിട്ടുള്ളൊരു ഹോള് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ബാക്കിയെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലൈറ്റ് ഒട്ടിച്ച് അതിൻ്റെ മണ്ടയ്ക്ക് നമ്മുടെ പേപ്പറല്ല, നമ്മുടെ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റ് അത് ഞാൻ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചോക്ലേറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഇട്ട് എല്ലാം റെഡിയാക്കി കസ്റ്റമറിന് ഫോട്ടോ അയച്ചു കൊടുത്തപ്പോഴാണ് കസ്റ്റമർ പറയുന്നത്, ചോക്ലേറ്റ്സ് വേണ്ട, അതിന് പകരം മറ്റേ ബോൾസ് തന്നെ ഇട്ട് തരാമോ എന്നിങ്ങനെ ചോദിച്ചു. ചോക്ലേറ്റ്സ് കാണാനൊരു ഭംഗി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, ഈ ചോക്ലേറ്റ്സ് ഇത്ര ഇട്ടപ്പോഴത്തേന് നല്ല വെയിറ്റുമായിരുന്നു കേട്ടോ. എനിക്കിത് നല്ല പേടിയായിരുന്നു, ഇത് ഇനി താഴെ വീഴുമോ, ഇതെങ്ങനെ തൂക്കിയിടാൻ പറ്റത്തില്ല, ഒട്ടിക്കാൻ പറ്റത്തില്ല, ഇതെന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇത് രണ്ടും കൊടുക്കാം, ഞാൻ തൂക്കിയിടാനുള്ളൊരു ഇതുകൂടെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മുടെ ഫൈനൽ വന്നിട്ട് ഇങ്ങനെയായിരുന്നു കേട്ടോ നമ്മൾ ചെയ്ത് കസ്റ്റമറിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചോക്ലേറ്റ്സ് സെപ്പറേറ്റ് നമ്മൾ കവറിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.